ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സെങ്ങനെയോ അങ്ങനെയാണ് ഈ പ്രപഞ്ചം. വിഷാദകലുഷമായ ഒരു മനസ്സിലൂടെ നാം ലോകത്തെ നോക്കി കാണുമ്പോൾ എവിടെയും സൗഖ്യം തോന്നില്ല, എല്ലാം അസ്വസ്ഥമായി അനുഭവമാവും. ഒരു വസ്തുവിനോടും പ്രിയമോ സ്നേഹമോ തോന്നുകയില്ല. അതിനാൽ നമ്മുടെ മനസ്സെങ്ങനെയോ അങ്ങനെയാണ് ഈ പ്രപഞ്ചം. ഉള്ളത്തിൽ വെണ്മയില്ലെങ്കിൽ തെല്ലും നന്മ കാണില്ല നാമെങ്ങും. തെങ്ങോ അസൂയയാൽ ഉള്ളം കറുക്കുകിൽ എങ്ങെങ്ങും കൂരിരുൾ തെങ്ങും. എത്ര വലിയ ഒരു സത്യത്തെയാണ് ഈ 4 വരികളിലൂടെ വരച്ചു കാണിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നന്മയില്ലെങ്കിൽ നമുക്ക് മറ്റെവിടെയും ആരിലും നന്മ കാണാൻ കഴിയില്ല. നന്മ കാണണമെങ്കിൽ ആ നന്മ നമ്മളിൽ നിറഞ്ഞിരിക്കണം. അതാണ് ഉള്ളത്തിൽ വെണ്മയില്ലെങ്കിൽ, ഉള്ളത്തിൽ നന്മ ഇല്ലെങ്കിൽ. വെണ്മ എന്ന് പറഞ്ഞാൽ കാലുഷ്യം ഇല്ലാത്ത മനസ്സിൽ. ഉള്ളത്തിൽ വെണ്മയില്ലെങ്കിൽ തെല്ലും നന്മ കാണില്ല നാമെങ്ങും. നമ്മുടെ ഉള്ളിൽ നന്മയില്ലെങ്കിൽ നമുക്ക് എവിടെയും നന്മ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അസൂയ, പക, പ്രതികാരം, വിദ്വേഷം, രാഗം, ദ്വേഷം മുതലായവ കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സാണെങ്കിൽ ആ മനസ്സിനെ എവിടെ നോക്കിയാലും അസ്വസ്ഥത മാത്രമായിരിക്കും. എങ്ങും കൂരിരുട്ട് പോലെയായിരിക്കും. ആരെയും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതാണ് ഉള്ളത്തിൽ തിങ്ങും അസൂയയാൽ ഉള്ളം കറുക്കുകിൽ. അസൂയ കൊണ്ട് നമ്മുടെ മനസ്സ് കറുത്താൽ, കാലുഷ്യമേറിയതായാൽ എങ്ങെങ്ങും കൂരിരുൾ തെങ്ങും. എവിടെ നോക്കിയാലും കൂരിരുട്ടാകും. ഇരുട്ടായാൽ എന്താ, അവിടെ വല്ല വസ്തുക്കളും ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ പറ്റില്ല. നല്ലതും ചീത്തയും തിരിച്ചറിയണമെങ്കിൽ വെളിച്ചം വേണം. അതിനാൽ വെളിച്ചമില്ലെങ്കിൽ നമുക്ക് കുണ്ടും കുഴിയും കല്ലും മുള്ളും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ചറിയാനും കഴിയില്ല. അതുപോലെയാണ് ജ്ഞാനം വെളിച്ചത്തോട് ഉപമിക്കുന്നു, അജ്ഞാനത്തെ ഇരുട്ടിനോടുമാണ്. അതിനാൽ ഇരുട്ട് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവില്ലായ്മ. അറിവില്ലായ്മയാകുന്ന ഇരുട്ട് നമുക്ക് മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഇരുട്ടിലാണ് കള്ളന്മാർ തലപൊക്കുക. കാമക്രോധ മത മത്സര്യാദികളാകുന്ന കള്ളന്മാർ തലപൊക്കും. വെളിച്ചത്തിൽ അവർ വരില്ല. കള്ളന്മാർ ഒരിക്കലും പകലിറങ്ങാറില്ല. രാത്രിയാണ് അവരുടെ വിഹാരസ്ഥലം. അതുപോലെ കാമക്രോധാദികളാകുന്ന കള്ളന്മാർ എപ്പോഴും അജ്ഞാനമാകുന്ന ഇരുട്ടിലാണ് പുറത്തേക്ക് വരിക. ജ്ഞാനത്തിൽ അവ ഒരിക്കലും പുറത്തിറങ്ങുകയില്ല, അവർ പ്രവർത്തിക്കുകയില്ല. അതിനാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മ കൊണ്ട് നാം നിറയ്ക്കേണ്ടതാണ്. ഉള്ളത്തിൽ വെണ്മയില്ലെങ്കിൽ തെല്ലും നന്മ കാണില്ല നാം എങ്ങും. തെങ്ങും അസൂയയാലുള്ളം കറുക്കുകിൽ എങ്ങെങ്ങും കൂരിരുൾ മാത്രം. ഈ സുഭാഷിതരത്നത്തെ നമ്മൾ എപ്പോഴും മനനം ചെയ്ത് നമ്മുടെ മനസ്സിനെ വെണ്മയുള്ളതാക്കി തീർക്കാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം ഓരോ സെക്കൻഡിലും നമ്മൾ ജീവിക്കുന്നത്.